അപ്പോ മദനി എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ഇങ്ങനെ പാടുകയാണ്, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ എന്ന് ചൊന്നോവാർ. അല്ലേ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ എന്ന് ചൊന്നോവർ. അങ്ങനെ എ പി അബ്ദുൽ ഖാദർ മൗലവി, ടി പി അബ്ദുൽ കോയ മദനിയൊക്കെ അവർ വലിയ ആൾക്കാരായതുകൊണ്ട് അനുയായികൾ അവരനുസരിച്ച് എന്ത് കുറ്റം ചെയ്താലും കുഴപ്പമില്ല എന്ന് അനുയായികൾക്ക് പറഞ്ഞു പഠിപ്പിച്ച് അവരെ കൊണ്ട് ഈ കണ്ട തെറ്റുകൾ മുഴുവനും അള്ളാഹുവിന്റെ മതത്തിനെതിരായ കാര്യങ്ങൾ മുഴുവനും ചെയ്യിപ്പിച്ച് ഇസ്ലാം മതത്തിൽ തിന്മയും ഫസാദും അനീതിയും ഉണ്ടാക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക, ശ്രദ്ധിക്കുക. പടച്ച തമ്പുരാന്റെ അരികൾ നമ്മൾ എത്തുമ്പോൾ അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് കിതാബ് തരുമ്പോ ആ കിതാബ് വലം കയ്യിലും ഇടം കയ്യിലും രണ്ട് വിഭാഗത്തിന് രണ്ട് രൂപത്തിലാണല്ലോ ആ കിതാബ് നൽകുന്നത്. സുഹൃത്തുക്കളെ, വലത് കയ്യിൽ കിതാബ് കൊടുക്കപ്പെടുന്ന ആളുകൾ അസ്ഹാബുൽ യമീനാണ്. അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. അർശിന്റെ വലതുഭാഗത്ത് നിർത്തപ്പെടുന്ന വലക്കൈയിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ അവരെന്തൊരു സന്തോഷത്തിലാണ്, അവരെന്തൊരു സമാധാനത്തിലാണ്. അവരതാ ആ കിതാബ് കയ്യിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് അവര് വിളിച്ചു പറയുന്നത്, ഈ കിതാബ് ഒന്ന് നോക്കൂ നിങ്ങൾ, ഇതൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ, ഇതിൽ തിന്മയില്ല, ഇതിൽ മാലിന്യങ്ങളില്ല എന്നവർ വിളിച്ചു പറയുമ്പോ ഇന്നീ വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു എന്ന് പോലും അവര് പറയുമ്പോൾ നേരെ ഇപ്പുറത്ത് ഇടത് കൈയിൽ കിതാബ് ലഭിച്ച ആളുകൾ അവര് വല്ലാത്ത വിഷമത്തിലാണ്, അവര് വല്ലാത്ത ബേജാറിലാണ്, അവര് അവിടെ വെച്ച് വിലാപങ്ങളിലാണ്. ഇവിടെ പ്രസന്നമായ മുഖങ്ങളൊന്നും അവിടെ ഇല്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പ്രസന്ന പ്രശോഭിത പ്രശാന്തമായ മുഖങ്ങൾക്ക് പകരം കരുവാളിച്ച മുഖങ്ങളായി പോയി. അവിടെ പലിശ വാങ്ങിയ മുഖങ്ങളുടെ പ്രസന്നതയില്ല, മറിച്ച് കരുവാളിപ്പാൻ ആ കറുത്തിരുന്ന മുഖത്തോടെ സുന്നത്തിയമായത്തിന്റെ എതിരാളികൾ, തിന്മയിൽ ജീവിച്ച ആളുകൾ വന്ന് അവരുടെ ഇടത് കൈയിൽ കിതാബ് കിട്ടി. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം വകാനൂ യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമാ അഇന്നാ ലമബ്ഊസൂൻ എന്ന് തുടങ്ങി പരിശുദ്ധ ഖുർആൻ അവരുടെ മാലിന്യമുള്ള വിശ്വാസത്തെയും സ്വഭാവത്തെയും ജീവിതത്തെയും നമ്മുടെ മുന്നിൽ എടുത്തു കാണിച്ചിട്ട് പറയുകയാണ്, ആ ഇടത് കൈയിൽ കിതാബ് കിട്ടിയവര്, അർശിന്റെ ഇടത് ഭാഗത്തണി നിർത്തപ്പെട്ടവര്, അവര് ഫീ സമൂമിൻ വഹമീം, അവർ തീക്കാറ്റുകളിലാണ്, തിളച്ചു മറിയുന്ന നരകത്തിലാണ് അവര്. വളില്ലിൻ മിൻ യഹ്മൂം, കരിമ്പുകയുടെ തണലിലാണ്, നരകത്തിൽ നിന്നുയരുന്ന കരിമ്പുകയുടെ തണലാണ് അവർക്കുള്ളത്. അത് ലാ ബാരിദിൻ വലാ കരീം, അത് സുഖപ്രദമല്ല, അത് തണുപ്പ് നൽകൂല. ആ കിതാബും പിടിച്ചിട്ട് പോകുന്ന ആളുകൾ എവിടെയാണ്? അവർ കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ വിളിച്ചു പറയുന്നല്ലോ, ഇങ്ങനെ ഒരു പുനർജന്മമില്ലായിരുന്നെങ്കിൽ, ഈ കിതാബ് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഈ വിചാരണ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, കാനത്തിൽ ഖാദിയ, ആ മരണം അത് എല്ലാം അങ്ങ് വിധിച്ചു കളയുന്ന, ഇനിയൊരു പുനർജീവിതമില്ലാത്ത രൂപത്തിൽ തീർത്തു കളയുന്നതായിരുന്നെങ്കിൽ എന്ന് അവർ അവിടെ വെച്ച് വിളിച്ചു പറയുമ്പോൾ അവരതാ അക്കൂട്ടത്തിൽ വിളിച്ചു പറയുന്നത്, യൗമ യഅലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. പരിശുദ്ധ ഖുർആൻ പറയുന്നല്ലോ,
യൗമ യഅദു ളാലിമു അലാ യദൈ, അക്രമികൾ കൈവിരൽ കടിച്ചു പറിക്കുന്ന ദിവസമാണെന്ന്. യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, ആ അക്രമികൾ പറയുന്നത്, അല്ലാഹുവേ നിന്റെ അരികിലേക്ക് വിജയത്തിന്റെ വഴി പറഞ്ഞു തന്ന പ്രവാചകന്മാരോടൊപ്പം ഞാനും വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ, അവരോടൊപ്പം ഞാൻ ചേർന്നിരുന്നെങ്കിൽ, ഞാൻ ചേർന്നില്ലല്ലോ. യാ വൈലതാ, ഓ എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്നവനെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഞാൻ അവനെ സ്വീകരിച്ചത് കൊണ്ടാണല്ലോ, ആ മൗലവിയെ സ്വീകരിച്ചത് കൊണ്ടാണല്ലോ. ആ മൗലവി എന്നോട് പറഞ്ഞു, നീ എന്തും ചെയ്തടോ, ഒരു പ്രശ്നവുമില്ല, കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ സ്വീകരിച്ചതാണ്. ആ നിലക്ക് ഞാൻ ജീവിച്ചതാണ്. ഞാൻ അവിടെ ഖുർആൻ നോക്കിയില്ല, ഞാൻ അവിടെ പണ്ഡിതന്മാരെ നോക്കിയില്ല. അങ്ങനെ ജീവിച്ചപ്പോ ഇപ്പൊ ഞാൻ അപകടത്തിലാണെന്ന് എനിക്ക് ബോധ്യമായി. അവൻ എന്റെ കൂട്ടുകാരനല്ലായിരുന്നെങ്കിൽ, ആ മൗലവി എന്റെ കൂട്ടുകാരനല്ലായിരുന്നെങ്കിൽ, ആ പ്രസ്ഥാനം എന്റെ കൂട്ടുകാരനല്ലായിരുന്നെങ്കിൽ എന്നവിടെ അപകടത്തോടെ അത് മുന്നിൽ കണ്ട് ഉറപ്പിച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന ഏറ്റവും ദുഃഖകരമായ അവസരത്തിൽ, ഹൽ അതാക ഹദീസുൽ ഹാശിയ മുജൂഹു യൗമഇദിൻ ഹാശിയ ആമിലത്തുൻ നാസിബാ. നബിയേ, ഹൽ അതാക ഹദീസുൽ ഹാശിയ, ജനങ്ങളെ മുഴുവനും പേടിപതി എന്ന ഒരു ദിവസത്തിന്റെ വർത്തമാനം അങ്ങേക്കെത്തിയില്ലയോ, അങ്ങേക്ക് ലഭിച്ചില്ലയോ? വജൂഹു യൗമഇദിൻ ഹാശിയ, അന്ന് ജനങ്ങളുടെ മുഖങ്ങൾ പേടിച്ചു വിറയ്ക്കുന്ന മുഖങ്ങളാണ്. ആമിലത്തുൻ നാസിബാ, അവര് പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഒന്നിനും ഇവിടെ ഫലമില്ല. രാത്രി ഉറക്കൊഴിഞ്ഞവരുണ്ട് കൂട്ടത്തില്, പകലധ്വാനിച്ചവരുണ്ട് ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി എന്ന പേരിൽ. പക്ഷേ ഒന്നും ഇവിടെ ഫലപ്രദമല്ല, ശൂന്യതയാണ് ശൂന്യത. അങ്ങനെ ഒരു രംഗം അല്ലാഹുവിന്റെ ദീന് വിട്ട് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന, അവരെ മക്കാ മുശ്രിക്കുകളെന്ന് പറയുന്ന, അവർ ഈമാനിന്റെ പുറത്താണെന്ന് പറയുന്ന കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഇത്തരം പ്രസ്ഥാനത്തിനൊപ്പം നിന്ന് നമ്മൾ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തരുതെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ ഒറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചതൊന്നും. ബാക്കി ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് ആകാമെന്ന് ഉണർത്തി, അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ആഖിറത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഇതുവഴി ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ